+1 മലയാളം പരീക്ഷയ്ക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ച 4 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം: ചിറകു നിർത്തുവാനാവാതെ തൊണ്ടയിൽ പിടയുകയാണൊരേകാന്തരോദനം. സന്ദർശനത്തിലെ നായകന്റെ മാനസികാവസ്ഥയെ ആവിഷ്കരിക്കാൻ ഈ പ്രയോഗം സഹായകമാണോ? വ്യക്തമാക്കുക. ഇത് 2020 നടന്ന ബോർഡ് എക്സാമിലെ ചോദ്യമാണ്. ഉത്തരം: പ്രണയം തീവ്രമായിരുന്ന ഭൂതകാലവും പ്രണയനഷ്ടത്തിന്റെ വർത്തമാനകാലവുമാണ് സന്ദർശനം എന്ന കവിതയിൽ ബാലചന്ദ്രൻ ചുള്ളിക്കാട് ആവിഷ്കരിക്കുന്നത്. പ്രണയത്തിന്റെ നാളുകളിലെ നനുത്ത ഓർമ്മകൾ കാമുകന്റെ മനസ്സിൽ ഉണരുന്നു. പ്രണയിനിയുടെ മൈലാഞ്ചി നീരിനാൽ തുടുത്ത വിരലുകളും കണ്ണുകളിലെ ആകർഷണീയതയുമെല്ലാം അയാളിലെ കാമുക ഹൃദയത്തെ ഉണർത്തുന്നു. കാമുകിയിൽ നിന്നും അകന്നു കഴിഞ്ഞ തനിക്ക് ഇനി അതെല്ലാം അന്യമാണെന്ന തിരിച്ചറിവ് ഒരു ദുഃഖമായി, രോദനമായി അയാളിൽ നിറയുന്നു. സ്വതന്ത്രാകാശത്തിലേക്ക് ചിറകു വിരിച്ചു പറക്കാനാവാതെ പിടയുന്ന പക്ഷിയെപ്പോലെ ഒരു രോദനം കവിയുടെ ഉള്ളിൽ കിടന്ന് പിടയുന്നു. ഉള്ളിൽ തളം കെട്ടി കിടക്കുന്ന ദുഃഖം നിറഞ്ഞ മാനസികാവസ്ഥയെ പ്രതിഫലിപ്പിക്കുകയാണ് ഈ പ്രയോഗം. അടുത്ത ചോദ്യം: ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയിൽ ഞരമ്പ് ഒരു പ്രതീകമായി മാറുന്നുണ്ടോ? വിലയിരുത്തുക. ഇത് 2021 നടന്ന ബോർഡ് എക്സാമിലെ ചോദ്യമാണ്. ഉത്തരം: ഓർമ്മകളിൽ ജീവിക്കുന്ന ഒരു വൃദ്ധയെയാണ് ഓർമ്മയുടെ ഞരമ്പ് എന്ന കഥയിൽ KR മീര അവതരിപ്പിക്കുന്നത്. പഴയതും പുതിയതുമായ ഓർമ്മകൾ ഒളിഞ്ഞും തെളിഞ്ഞും അവരിൽ കടന്നു വരുന്നു. ഉള്ളിലെ സർഗവാസനകൾ ഒതുക്കി ഒരു സാധാരണ വീട്ടമ്മയായി ജീവിച്ചയാളാണ് വൃദ്ധ. ഭർതൃവീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ വീട്ടുകാരുടെയും കുട്ടികളുടെയും കാര്യങ്ങൾ നോക്കി സ്വന്തം ഇഷ്ടങ്ങൾ ത്യജിച്ചാണ് അവർ ജീവിച്ചത്. ആരും കാണാതെ തൻ്റെ സർഗവാസനകൾ ബുക്കിലും മറ്റും പകർത്തി സൂക്ഷിച്ചു. എപ്പോഴോ അവർ ജീവനൊടുക്കാൻ കഴുത്തിൽ കുരുക്കിട്ട് പരാജയപ്പെട്ടതാണ്. ഇതിന്റെ ഫലമായാണ് അവരുടെ ഓർമ്മ ഇടയ്ക്കിടെ മറയാൻ തുടങ്ങിയത്. പുതുതായി വിവാഹം കഴിച്ചെത്തിയ പെൺകുട്ടിയോടും അവർ ഓർമ്മയുടെ ഞരമ്പിന്റെ കാര്യം ഓർമ്മപ്പെടുത്തുന്നു. കഴുത്തിൽ കുരുക്കിടുമ്പോൾ ഞരമ്പ് തെറ്റാതെ നോക്കണം എന്ന് പറഞ്ഞു കൊടുക്കുന്നു. ഞരമ്പ് ഓർമ്മകളുടെ, മരണത്തിന്റെ, സ്വാതന്ത്ര്യത്തിന്റെ എല്ലാം പ്രതീകമായി ഈ കഥയിൽ കടന്നു വരുന്നു. അടുത്ത ചോദ്യം: ആകാശത്തോളം ഉയരണമെങ്കിൽ ബലിഷ്ഠമായ വേരുകൾ വേണം. ഈ അഭിപ്രായത്തിന്റെ ഔചിത്യം എന്തെന്ന് വിശദമാക്കുക. ഇത് 2015 നടന്ന ബോർഡ് എക്സാമിലെ ചോദ്യമാണ്. ഉത്തരം: മരങ്ങൾക്ക് ബലം അവയുടെ വേരുകളാണ്. ആകാശത്തോളം ഉയരുമ്പോഴും അവയെ ഭൂമിയിൽ ഉറപ്പിച്ചു നിർത്തുന്നത് വേരുകളാണ്. വേരുകളിൽ നിന്നാണ് മരങ്ങൾ ആകാശത്തേക്ക് ഉയരുന്നത്. മനുഷ്യനെ സംബന്ധിച്ചും ഇത് ബാധകമാണ്. അവൻ ഉയരണമെങ്കിൽ വേരുകൾ സുദൃഢമായിരിക്കണം. നമ്മുടെ പാരമ്പര്യം മറന്നാൽ നാം വേരറ്റവരാകും എന്ന ആശയം കൂടി ഈ വാക്യത്തിലുണ്ട്. മരത്തിന് വേരുകൾ പോലെയാണ് നമുക്ക് നമ്മുടെ സംസ്കാരവും. പാരമ്പര്യവും സംസ്കാരവും ഭൂതകാലവും ഇല്ലാത്ത, വേരുകളില്ലാത്ത പൊങ്ങുതടികളായി നാം മാറുകയാണ് എന്ന് ലേഖകൻ നിരീക്ഷിക്കുന്നു. കാടിന്റെ ആത്മാവിലേക്കുള്ള രഹസ്യവീതി തിരിച്ചറിഞ്ഞ നസീർ നമ്മെ വേരുകളിലേക്ക് മടങ്ങാൻ ഉദ്ബോധിപ്പിക്കുന്നു. അടുത്ത ചോദ്യം: അമ്മ പറയണത് പോലെ പെണ്ണായാൽ ചോറും കറിയും വെക്കണം, പെറണം. ഓർമ്മയുടെ ഞരമ്പ്: ചേരിൽ നിന്ന് വളർന്നു പൊന്തിയ ഹൂറി നിന്നുടെ കൈയിനാൽ നീ ചോറ് വെച്ചത് തിന്നുവാൻ കൊതിയേറെയുണ്ട് നെഞ്ചിലായി. കായലരികത്ത്. 2 പാഠസന്ദർഭങ്ങളിലും തെളിയുന്നത് സ്ത്രീകളെ പറ്റിയുള്ള പരമ്പരാഗത സങ്കല്പമാണോ? വ്യക്തമാക്കുക. ഇത് 2019 നടന്ന ബോർഡ് എക്സാമിലെ ചോദ്യമാണ്. ഉത്തരം: സ്ത്രീകളെക്കുറിച്ച് നിലനിൽക്കുന്ന പൊതുവെയുള്ള ഒരു കാഴ്ചപ്പാടാണ് 2 സന്ദർഭങ്ങളിലും തെളിയുന്നത്. കുടുംബത്തിനു വേണ്ടി തൻ്റെ സർഗവാസനകളെ മറച്ചുവെക്കുന്ന, വേണ്ടെന്ന് വെക്കുന്ന സ്ത്രീയാണ് ഓർമ്മയുടെ ഞരമ്പിലെ വൃദ്ധ. ഭർത്താവിനും കുടുംബത്തിനും വേണ്ടി ജോലി ചെയ്യാനുള്ളവൾ മാത്രമാണ് സ്ത്രീ എന്ന കാഴ്ചപ്പാടിനോട് എതിർപ്പുണ്ടെങ്കിലും എതിർക്കാൻ അവർക്ക് കഴിയുന്നില്ല. കായലരികത്ത് എന്ന ഗാനത്തിലും സ്ത്രീകളെക്കുറിച്ച് ഒരു കാലത്ത് നിലനിന്നിരുന്ന കാഴ്ചപ്പാടുകൾ നിഴലിക്കുന്നത് കാണാം. സാധാരണക്കാരിയായ ഒരു സുന്ദരിയാണ് ഗാനശകലത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്. അവൾ ഉണ്ടാക്കുന്ന നെയ്ച്ചോറ് തിന്നാൻ കൊതിയുണ്ട് എന്നാണ് പാട്ടുപാടുന്നയാൾ പറയുന്നത്. സ്ത്രീകളെക്കുറിച്ചുള്ള ഈ പരമ്പരാഗത സങ്കല്പത്തിന് ഇന്ന് ഏറെ മാറ്റം വന്നിട്ടുണ്ട്. അടുത്ത ചോദ്യം: കേൾക്കുന്നുണ്ടോ എന്ന ഹ്രസ്വചിത്രത്തിൽ കാഴ്ചയില്ലാത്തവരെ അവഗണിക്കുന്ന ഒരു സമൂഹത്തെയാണോ കാണാൻ സാധിക്കുന്നത്? 2 ദൃശ്യങ്ങൾ ചൂണ്ടിക്കാട്ടി വിവരിക്കുക. ഇത് 2019 നടന്ന ബോർഡ് എക്സാമിലെ ചോദ്യമാണ്. ഉത്തരം: കാഴ്ചയില്ലാത്ത ഹസ്നയുടെ ജീവിതത്തിലെ കാഴ്ചയില്ലാത്തവർ നേരിടുന്ന പ്രശ്നങ്ങളും പാരിസ്ഥിതിക പ്രശ്നങ്ങളും അവതരിപ്പിക്കുന്ന ഹ്രസ്വചിത്രമാണ് കേൾക്കുന്നുണ്ടോ. കാഴ്ചയില്ലാത്തവരോടുള്ള അവഗണന ഈ ചിത്രത്തിൽ പലയിടത്തും കാണാം. വർക്ക്ഷോപ്പിൽ ഇരിക്കുന്ന കുട്ടി തൊട്ടടുത്ത മൈതാനത്ത് കളിക്കുന്ന കുട്ടികളുടെ ശബ്ദം കേൾക്കുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരിക്കൽ പോലും ആ കുട്ടികൾ അവളോടൊപ്പം വന്ന് കളിക്കുകയോ സംസാരിക്കുകയോ ചെയ്യുന്നില്ല. ഹസ്ന വർക്ക്ഷോപ്പിൽ നിന്നും ഇറങ്ങി വഴിയിലൂടെ വാഹനങ്ങൾക്കിടയിലൂടെ നടന്ന് മറ്റൊരിടത്ത് പോയിരിക്കുമ്പോൾ ആളുകൾ അവൾക്കു ചുറ്റും കൂടി നിൽക്കുന്ന ഒരു ദൃശ്യമുണ്ട്. അവിടെ ആളുകൾ കുട്ടിക്കു ചുറ്റും കൂടി നിന്ന് ബഹളം വയ്ക്കുന്നതല്ലാതെ അവളെ വേണ്ടപ്പെട്ടവരെ തിരിച്ചേൽപ്പിക്കാനോ
അവളുടെ ബന്ധുക്കളെ അന്വേഷിച്ച് കണ്ടെത്താനോ ശ്രമിക്കുന്നില്ല. കാഴ്ചയില്ലാത്തവരോട് സമൂഹത്തിന് പൊതുവെയുള്ള അവഗണനയാണ് ഈ ചിത്രത്തിൽ വെളിപ്പെടുത്തുന്നത്.